ഈ 47 കൊല്ലവും മലയാളികളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരമായി കാണുന്ന ചേട്ടന് ഈ സിനിമയുടെ സമയത്തും എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഊട്ടിയിലെ അതിഗംഭീരമായ തണുപ്പ്, രാത്രി ആണ് മുഴുവൻ ഷൂട്ടിങ്. നിങ്ങൾ സിനിമ കാണും പറയും നൈറ്റാണ് ഷൂട്ട് മൊത്തം. പകലേ അവിടെ നിൽക്കാൻ പറ്റില്ല. അതിഭീകരമായ കൊടും തണുപ്പത്താണ്. അതിൻ്റെ കൂടെ അവിടെ അന്ന് മഴയും എല്ലാം ഉണ്ട്. ഇത് മുഴുവൻ സഹിച്ചുകൊണ്ട് ഇതിൻ്റെ കൂടെ എല്ലാ ദിവസവും രാത്രി കാലങ്ങളിലും പകലൊന്നില്ലാതെ രാവിലെയൊക്കെ ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇന്ന് മറക്കാത്ത കാര്യങ്ങളാണ്. ചേട്ടൻ്റെ ഊട്ടി കോളേജിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അന്ന് 2:30 ആയപ്പം ചേട്ടൻ്റെ ഷൂട്ടിങ് കഴിയുന്നു. പക്ഷേ ഞങ്ങൾക്ക് 4 മണിയുണ്ട്. സിവിൽ സാറൊക്കെ എല്ലാവരും ഉണ്ട് പറഞ്ഞ് 4 മണിയാവുമെന്ന് പറഞ്ഞു. ചേട്ടൻ പോയില്ല. ഇത്രയും പേര് നിങ്ങൾ ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും പോകുന്നില്ല, ഞാനും നമുക്ക് ഒരുമിച്ച് പോകാം, തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇങ്ങനെയുള്ള മലയാള സിനിമയ്ക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം. മലയാളത്തിൽ കുറച്ച് നാളോടെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. ഇങ്ങനെ ഒരാൾ ഉള്ളത് കൊണ്ട് ഈ സിനിമയുടെ റിലീസ് ചെയ്യുമ്പോഴും സന്തോഷത്തോടെ ആത്മാർത്ഥതയോടുകൂടി ഇവിടെ വന്നിരുന്ന് ഇതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുന്ന പ്രിയപ്പെട്ട ലാലേട്ടന് സ്വാഗതം. എനിക്ക് ആസ് ആൻ ആക്ടർ ഏറ്റവും വളരെ വേണ്ടപ്പെട്ടൊരു സിനിമയാണ്. വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഹിന്ദി സിനിമകളൊക്കെ വീണ്ടും ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളൊക്കെ എടുത്ത് കളർ ചെയ്തൊക്കെ വീണ്ടും കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല, ഇവിടെ പ്രോപ്പറായിട്ട് ഒരു സിനിമ അല്ലെങ്കിൽ അതിൻ്റെ ഫിലിം സൂക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ല. കാര്യം പല ലാബുകളും ഇപ്പോൾ ഇല്ല, അതൊക്കെ മാറിപ്പോയി. ഇവിടെയൊക്കെ വലിയ കെട്ടിട സമുച്ചയങ്ങൾ വന്നു. അപ്പോൾ അതിൽ ഒരുപാട് സിനിമകളുടെ പ്രിൻ്റൊക്കെ നഷ്ടപ്പെട്ടു പോയി, എത്രയോ സിനിമകളുടെ. പക്ഷേ ഇത് അവിടെ ഇരുന്നത് വീണ്ടും ഈ സിനിമ കേരളത്തിലെ പ്രേക്ഷകർ അല്ലെങ്കിൽ ലോകത്തിലുള്ള മലയാളികൾ കാണണം, അല്ലെങ്കിൽ മറ്റു ഭാഷയിലുള്ള ആൾക്കാർ കാണണം എന്നുള്ള അതിൻ്റെ അകത്തുള്ളൊരു ആഗ്രഹം ഈ സിനിമയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിയാദ് കയുടെയും എൻ്റെയും അല്ലെങ്കിൽ സിബിയുടെയും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും, ഇതിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും ഒരു ആഗ്രഹവും സ്നേഹവും ആ സിനിമയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ആ സിനിമയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ഞാൻ നേരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. എന്നാലും എല്ലാവിധ ഭാവുകങ്ങളും ആ സിനിമയ്ക്ക് ഉണ്ടാകട്ടെ. നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ. അത്തരം സിനിമകൾ കാണാൻ നല്ല പ്രേക്ഷകരുണ്ടാകട്ടെ. ആ സിനിമകളിലൊക്കെ അഭിനയിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ. താങ്ക് യു വെരി മച്ച്. സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം, അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംവിധായകനെ കാണുകയും നമ്മൾ ആ കഥ പറയുകയും സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസാഗറിനെ വിളിക്കുക, അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാസന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത്. ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോൾ, ഇവിടെ എറണാകുളത്തൊരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് രാവിലെ ഇവിടെ അദ്ദേഹം എത്തി. എനിക്ക് അന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു. ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദ ചെയ്ത വേഷത്തിനായിട്ട് ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനേത്രിയാണ്. അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ബോംബെയിലേക്ക് പോകേണ്ടതുണ്ട്. വിദ്യാസാഗർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂർ വിദ്യാസാഗറുമായിട്ട് ഇരുന്ന് സിറ്റുവേഷൻസിനെയൊക്കെ കുറിച്ചൊക്കെ നറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി, ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ തന്നെ പോകുമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു മുറിയിലേക്ക് പോയി, നിങ്ങൾ കമ്പോസ് ചെയ്തോളൂ, ഞാൻ നാളെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ മോളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂറിൽ താഴേക്ക് വരുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സിബിജി 1 മിനിറ്റ് ഒരു പാട്ടും കൂടെ ഒരു ട്യൂണായിട്ടുണ്ടെന്ന് കേട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു ട്യൂൺ മൂളി, എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ട്യൂൺ. അപ്പോൾ തന്നെ തിരുമേനി പറഞ്ഞു ഞാനൊരു 4 വരി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ തിരുമേനിയും വിദ്യാസാഗറും കൂടെ ആദ്യത്തെ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ 4 വരികൾ പാടി കേൾപ്പിച്ചു. അതാണ് കരളെ നിൻ കൈപിടിച്ചാലെന്ന പാട്ട്. ഒരു നിമിഷ നേരം കൊണ്ട് അത് സൃഷ്ടിക്കുകയാണ്. പിന്നീട് എന്തൊരു മഹാനുഭാവരും എന്ന് പറയുന്ന പാട്ട് വിദ്യാസാഗർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് 1 മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം, അതിൻ്റെ കമ്പോസിഷൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് 1 മാസത്തോളം വേണ്ടു. അതിനുശേഷമാണ് അത് റെക്കോർഡിങ്ങിലേക്ക് പോയത്. അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈ സിനിമ സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു
കഥയാണ്, ഒരു സിനിമയാണിത്. അത് സാധ്യമായത് വിദ്യാസാഗർ എന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതജ്ഞനിലൂടെയാണ്. അതിന് ഏറ്റവും ഉചിതമായ വരികൾ എഴുതുന്ന പ്രിയ തിരുമേനിയാണ്. എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി തീർന്നത്. വീണ്ടും ഈ 24 വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ വേർഷൻ്റെ ട്രെയിലർ ലോഞ്ചിനായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ അദ്ദേഹത്തോടുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ഈ റിലീസ് ചെയ്യുന്ന ദിവസം അത് താമസിയാതെ ഇവിടെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു, നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, മലയാള സിനിമയിൽ നിന്ന് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ ശ്രാവ്യ അനുഭവമായിരിക്കും ദേവദൂതൻ ഈ റീമാസ്റ്റേർഡ് റീ എഡിറ്റർ ന്യൂ വേർഷൻ. എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി. താങ്ക് യു. 85-ൽ ഞാൻ സിനിമ തുടങ്ങുമ്പോഴത്തേക്കും വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ് മിസ്റ്റർ മോഹൻലാൽ. വളരെയധികം നാളുകൾ സഞ്ചരിച്ച് കുറേ നല്ല സിനിമകളുണ്ടായി. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എൻ്റെ മനസ്സിലോ എൻ്റെ സിബി എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള സുഹൃത്തിൻ്റെ രഘുനാഥ് പരീയുടെ എല്ലാത്തിൻ്റെയും ഒരു ആശയം, ഇത് നമുക്ക് എന്തെങ്കിലും ഇത് നമ്മൾ എന്താ പറയാൻ ഉദ്ദേശിച്ചെന്ന് ജനത്തിനെ അറിയിക്കണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാമായിരുന്നു. അപ്പോൾ അത് പലപ്പോഴായിട്ട് ഇതിൻ്റെ ഗാനങ്ങളും ഫോട്ടോഗ്രാഫിയും വസ്ത്രാലങ്കാരവും SP സതീഷിനെ നേരത്തെ പറഞ്ഞില്ല, SP സതീഷിനൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക്, എൻ്റെ മകളുടെ ഒരു ടീമുണ്ട്, അതിൽ ബോണി എന്ന് പറഞ്ഞ ഒരാൾ ഇത് 4K ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ എന്നോട് പറഞ്ഞത് ഞങ്ങൾക്കൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം. അതിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു സെക്കൻഡ് വേർഷൻ. എനിക്ക് അഭിമാനത്തോട് പറയാൻ പറ്റും, അതായത് ഇത് കഴിഞ്ഞു, എല്ലാ 4K റെസൊല്യൂഷനിലൊക്കെ ചെയ്തതിന് ശേഷം ഈ എഡിറ്റഡ് വേർഷൻ ഞങ്ങൾ കണ്ടപ്പോൾ എന്ത് സൗന്ദര്യം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ കാണാനുള്ള, അതായത് അതാണ് അതിൻ്റെ കാതൽ. ദേവദൂതൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ കാതൽ ഇപ്പോഴുണ്ട്, അന്നുണ്ടായിരുന്നില്ല എന്നല്ല. ഇന്ന് നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഡിഫറെൻറ്റ് ദേവദൂതൻ. അതിൽ 24 വർഷത്തിന് മുമ്പ് ഒക്കെ ആണെങ്കിലും എൻ്റെ സുഹൃത്തായ മോഹൻലാൽ ഇപ്പോൾ ഉള്ളതിലും സൗന്ദര്യത്തിലാണ് അതിലിരിക്കുന്നത്. ഒരിക്കലും അത് ഒരു പഴകിയ സിനിമയാണെന്ന് ആരും പറയില്ല. രണ്ടാമത്തെ കാര്യം അതിൻ്റെ മ്യൂസിക്, തിരുമേൻ്റെ വരികൾക്ക് നമ്മളെ വിദ്യാസാഗർ ചെയ്ത മ്യൂസിക്, അതിൻ്റെ ഫോട്ടോഗ്രാഫി, ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ഈ DI ഹൈ റെസൊല്യൂഷനിൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ മാറ്റുരക്കുന്ന വിധത്തിലാണ്. എസ്പെഷ്യലി അറ്റ്മോസ് ചെയ്ത അവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. മറ്റേ എല്ലാവർക്കും ഇതൊരു പുതിയ അനുഭവമായിട്ടാണ്. നമ്മൾ എവിടെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടോ, സപ്ത റെക്കോർഡിംഗ് സ്റ്റുഡിയോ, അവിടെയാണ് ഫൈനൽ മിക്സും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തത്, അറ്റ്മോസും കാര്യങ്ങളും. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞെട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർ കാണിച്ചു തന്നപ്പോഴത്തേക്കും, മിക്സി കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും ഒരു സംഭവം ഉണ്ടല്ലോ ഇതിൽ. വിദ്യയുടെ റീ റെക്കോർഡിങ്, സോങ്സ്, കാര്യങ്ങളെല്ലാം തന്നെ എടുത്തു പറയേണ്ടത്. ഇന്നത്തെ കാലഘട്ടത്തിലും പഴകിയതല്ലാത്ത ഡ്രസ് കോഡ് അതിലുണ്ടായിരുന്നു. ആ ഡ്രസ്സ് എന്ന് പറയുന്ന SP സതീഷിൻ്റെ മാത്രം. സതീഷ്, താങ്ക്സ് സതീഷ്. ബിക്കോസ് എൻ്റെ എല്ലാ പടങ്ങളിലും ഒരു കോസ്റ്റ്യൂമറായിരുന്നു അദ്ദേഹം. സബ്മറീൻ ബത്തലിയനിലാണെങ്കിലും ഈ പടം കണ്ടപ്പോഴത്തേക്കും എനിക്ക് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അന്ന് ചെയ്തേക്കുന്ന കോസ്റ്റ്യൂം ഇന്നത്തെ സ്റ്റൈലില്ല.
ഒരിക്കലും അത് അന്നത്തെ ഒരു സ്റ്റൈല് എന്ന് പറയുന്ന ലെവലല്ലായിരുന്നു. അതെന്നെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു റീമാസ്റ്റർ ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഈ കോസ്റ്റ്യൂംസൊക്കെ പഴയത് ഒരിക്കലും അല്ല. എസ്പെഷ്യലി ലാൽ സാറിൻ്റെയും ലാലിൻ്റെയും മറ്റുള്ള എല്ലാ ആർട്ടിസ്റ്റിൻ്റെയും അങ്ങനെ എല്ലാ വിധത്തിലും ഒരു പുതുമ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ആരോ പറയുന്നത് കേട്ടു, അതായത് ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്ന ലെവലിലാണ് ഞങ്ങൾ ഈ സിനിമ ഇന്ന് ബ്രിങ് ഔട്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടും സന്തോഷം. തീർച്ചയായിട്ടും ഇനി എപ്പോൾ എനിക്കറിയില്ല ലാലുമായിട്ട് സഹകരിച്ചൊരു സിനിമ ഉണ്ടാകും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അത് കാരണം ഇതിവിടെ എത്തിയതിന് നന്ദി, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയതിന് നന്ദി. എല്ലാവരുടെയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇതൊരു വലിയ വിജയം എന്ന് പറഞ്ഞൊരു 5 കോടി ക്ലബ്ബോ 10 കോടി ക്ലബ്ബൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച സിനിമ ഇതാണ് എന്ന് ഇന്ന് ജനങ്ങളെ ബോധിപ്പിക്കുക. ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാവരുടെ പ്രാർത്ഥനകളും വേണം. എല്ലാ സന്തോഷത്തോടെ ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. അതിനെ ഞാൻ കാണുന്നത് വെച്ചാൽ, ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുമുടി വേണുവിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഈ കാലമൊന്നും അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. അത് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ്, അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല. ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത്, എപ്പോഴും കാണുന്നത്. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ആലപ്പുഴയുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞൊരു സുഹൃത്ത് പാട്ടിൻ്റെ ഭയങ്കര ഭ്രമമാണ്. അതാണ് എന്നോട് വിളിക്കാൻ കാരണം. അന്ന് എന്നോട് പറഞ്ഞു, ഈ ദേവദൂത് എന്ന് പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല, അത് കാണിക്കണമായിരുന്നു, നമുക്ക് CB സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. ഞാൻ CBയോട് പറയുകയും ചെയ്തു. പക്ഷെ അന്ന് CBക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ട്. അയാളെ മന്നപ്പുറം ഓർമ്മയില്ല. നമ്മൾ ഈ പുനർജനനം തീർച്ചയായിട്ടും അന്ന് 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ്.